ജീസസ് റെയിൻസ്. യേശു വാഴുന്നു ശുശ്രൂഷകളിലേക്ക് നിങ്ങൾക്ക് സ്വാഗതം. ഡിവൈൻ ആക്സിലറേഷൻ, പ്രകൃതിയാതീത വേഗത. അപ്പോസ്തലപ്രവൃത്തി 2-ാമത്തെ അധ്യായം 1-ാമത്തെ വാക്യത്തിൽ പെന്തക്കോസ്ത് നാൾ വന്നപ്പോൾ അവർ എല്ലാവരും ഒരു സ്ഥലത്ത് ഒരുമിച്ച് കൂടിയിരുന്നു. 2-ാം വാക്യത്തിൽ പെട്ടെന്ന് കൊടിയ കാറ്റടിക്കുന്നത് പോലെ ഒരു വലിയ മുഴക്കമുണ്ടായി, അവർ ഇരുന്നിരുന്ന വീട് മുഴുവനും നിറച്ചു എന്നാണ് 2-ാം വാക്യത്തിൽ കാണുന്നത്. അവിടെ പെട്ടെന്ന് എന്ന വിശേഷണം ശ്രദ്ധിക്കുക. പെട്ടെന്ന് കൊടിയ കാറ്റടിക്കുന്നത് പോലെ, പെട്ടെന്ന്. അത് ഒരു വേഗതയെ കാണിക്കുന്നു, പ്രകൃതിയാതീതമാകുന്ന വേഗതയെ കാണിക്കുന്നു. പരിശുദ്ധാത്മാവ് വരുമ്പോൾ പരിശുദ്ധാത്മാവ് നമുക്ക് പ്രകൃതിയാതീതമാകുന്ന വേഗത നൽകി തരുവാൻ ആഗ്രഹിക്കുന്നു. ഡിവൈൻ ആക്സിലറേഷൻ. പരിശുദ്ധാത്മാവിനോടുകൂടെ വേഗതയുണ്ട്. പരിശുദ്ധാത്മാവിനോടുകൂടെയുള്ള വേഗത സൂപ്പർ നാച്ചുറലായിട്ടുള്ള വേഗതയാണ്. പലപ്പോഴും നമ്മൾ പരിശുദ്ധാത്മാവിനെ അനുഭവിക്കുന്നു, പരിശുദ്ധാത്മാവിനാൽ നിറയുന്നു, പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ അന്യഭാഷയിൽ സംസാരിക്കുന്നു. എന്നാൽ പരിശുദ്ധാത്മാവിൽ നിന്നുള്ള ഒരുപാട് അനുഗ്രഹങ്ങൾ ജീവിതത്തിൽ പ്രായോഗികമാക്കുവാൻ കഴിയുന്നില്ല. അതിലൊരു പ്രധാനപ്പെട്ട കാര്യമാണ് വേഗത. പലരുടെയും ജീവിതം ശ്രദ്ധിക്കുകയാണെങ്കിൽ, ക്രിസ്തീയ ജീവിതം ശ്രദ്ധിക്കുകയാണെങ്കിൽ, ഒരു മെല്ലെപ്പോക്കാണ് കാണുവാൻ കഴിയുന്നത്. അവരുടെ ആത്മീക വളർച്ച വളരെ വൈകിപ്പോകുന്ന നിലവാരത്തിൽ, വളരെ ചെറിയ വേഗതയിലാണ് അത് പുരോഗമിച്ചു കൊണ്ടിരിക്കുന്നത്. പകരം പരിശുദ്ധാത്മാവിൽ നിന്ന് ലഭിക്കുന്ന അത്ഭുതകരമാകുന്ന ഈ സാധ്യതകളെ പ്രയോജനപ്പെടുത്തുകയാണെങ്കിൽ നിങ്ങളുടെ വചനധ്യാനത്തിന് വേഗത വർദ്ധിക്കും. വചനത്തിൽ നിന്ന് ലഭിക്കുന്ന വെളിപ്പാടുകൾ അത് നമ്മെ പരിവർത്തനത്തിലേക്ക് വേഗത്തിൽ നയിക്കും. ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ സംഭവിക്കും, സ്വഭാവത്തിൽ വലിയ മാറ്റങ്ങൾ സംഭവിക്കും. ഒരു ഡിവൈൻ ആക്സിലറേഷനെ കർത്താവ് നൽകി തരുവാൻ ആഗ്രഹിക്കുന്നു. പല ഉദാഹരണങ്ങൾ ദൈവത്തിൻ്റെ വചനത്തിൽ നിന്ന് നമുക്ക് കാണുവാൻ കഴിയും, നമുക്ക് സ്വീകരിക്കുവാൻ കഴിയും. അപ്പോസ്തലപ്രവൃത്തി 8-ാമത്തെ അധ്യായം അതിൻ്റെ 39-40 വാക്യങ്ങളിൽ പോകുമ്പോൾ അവിടെ ഫിലിപ്പോസിന് ഒരു സൂപ്പർ നാച്ചുറൽ ട്രാൻസ്പോർട്ടേഷൻ ഉണ്ടാകുന്നുണ്ട്. പ്രകൃതിയാതീതമാകുന്നൊരു യാത്ര ലഭിക്കുന്നു. 39-ാമത്തെ വാക്യം, അവർ വെള്ളത്തിൽ നിന്ന് കയറിയപ്പോൾ കർത്താവിൻ്റെ ആത്മാവ് ഫിലിപ്പോസിനെ എടുത്തുകൊണ്ടുപോയി. 40-ാം വാക്യത്തിൽ ഫിലിപ്പോസിനെ പിന്നെ അസ്തോദിൽ കണ്ടു. ആ സ്ഥലത്ത് നിന്ന് ഫിലിപ്പോസിന് ആത്മാവിലൊരു യാത്ര ലഭിച്ചു. അതൊരു സൂപ്പർ നാച്ചുറൽ ട്രാൻസ്പോർട്ടേഷനാണ്. എന്നാൽ അവിടെ വേഗതയുണ്ട്. വളരെ വേഗത്തിൽ തന്നെ ഫിലിപ്പോസ് അസ്തോദിൽ എത്തിച്ചേരുകയാണ്. വീണ്ടും നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് 1 രാജാക്കന്മാരുടെ പുസ്തകം അതിൻ്റെ 18-ാമത്തെ അധ്യായത്തിലേക്ക് പോകുമ്പോൾ ഏലിയാവിന് ഇതേപോലെ വേഗതയുള്ള ഒരു യാത്ര ലഭിച്ചു. ഏലിയാവ് ആത്മാവിൽ സഞ്ചരിച്ചിരുന്നു എന്ന് നമുക്ക് വിശ്വസിക്കുവാൻ കഴിയും. 1 രാജാക്കന്മാർ 18-ാമത്തെ അധ്യായം 46-ാമത്തെ വാക്യം, എന്നാൽ യഹോവയുടെ കൈ ഏലിയാവിന്മേൽ വന്നു, അവൻ അരമുറുക്കിയും കൊണ്ട് ഇസ്രയേലിൽ എത്തും വരെ ആഹാബിന് മുമ്പായി ഓടി. കുതിരശക്തിയെ വെല്ലുന്ന ഒരു വേഗത അവിടെ വെളിപ്പെടുകയാണ്. ആഹാബിൻ്റെ രഥങ്ങൾ കുതിരകളാൽ നിയന്ത്രിക്കപ്പെടുന്ന രഥങ്ങളായിരുന്നുവല്ലോ. അങ്ങനെയുള്ള ഒരു രഥത്തിൻ്റെ മുൻപിൽ ആഹാബ് സഞ്ചരിച്ചിരുന്ന ആ രഥത്തിൻ്റെ, കുതിരകളാൽ നയിക്കപ്പെടുന്ന ആ രഥത്തിൻ്റെ മുൻപിൽ ഏലിയാവ് ഓടിയെങ്കിൽ അത് കുതിരശക്തിയെ വെല്ലുന്ന വേഗതയാകുന്നു. അപ്പോസ്തലപ്രവൃത്തി 2-ാമത്തെ അധ്യായം അതിൻ്റെ 41-ാമത്തെ വാക്യത്തിലേക്ക് പോകുമ്പോൾ പെന്തക്കോസ്ത് നാളിൽ എന്താണ് സംഭവിച്ചത്? പെന്തക്കോസ്ത് നാളിൽ പത്രോസിൻ്റെ ഒരു പ്രസംഗം, ആ പ്രസംഗത്തിൻ്റെ ഫലമായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് അവിടെ
വലിയൊരു കൂട്ടം ആളുകൾ. 41 വാക്യത്തിൽ അവൻ്റെ വാക്ക് കൈക്കൊണ്ടവർ സ്നാനമേറ്റു. അന്ന് 3000-ഓളം പേർ അവരോട് ചേർന്നു. 3000-ഓളം ആളുകൾ ഒരുമിച്ച് ദൈവരാജ്യത്തിൻ്റെ ഉള്ളിൽ പ്രവേശിക്കുന്ന, സ്നാനം സ്വീകരിക്കുന്ന ഒരു മഹാത്ഭുതമാണ് അപ്പോസ്തലപ്രവൃത്തി 2-ാമത്തെ അധ്യായത്തിൽ സംഭവിക്കുന്നത്. ഇത് ഒരു ഡിവൈൻ ആക്സിലറേഷനെ കാണിക്കുകയാണ്. 120 പേര് ആയിരുന്ന ആ സംഘം ഇപ്പോൾ 3000-ലധികം ആളുകളായി വർദ്ധിക്കുകയാണ്. അതൊരു ഡിവൈൻ ആക്സിലറേഷൻ അല്ലേ? യോഹന്നാന്റെ സുവിശേഷം അതിൻ്റെ 6-ാമത്തെ അധ്യായം 10-ാം വാക്യത്തിൽ, 6-ാമത്തെ അധ്യായത്തിൽ 5 അപ്പവും 2 മീനും കൊണ്ട് യേശു 5000 പേരെ പോഷിപ്പിക്കുന്നു. അവിടെ ഒരു വർധനമാണ് സംഭവിക്കുന്നത്, ഒരു മൾട്ടിപ്ലിക്കേഷനാണ് അവിടെ സംഭവിക്കുന്നത്. എന്നാൽ അത് വേഗതയ്ക്ക് നല്ലൊരു ഉദാഹരണമാണ്. ഡിവൈൻ ആക്സിലറേഷന് വളരെ നല്ലൊരു ഉദാഹരണമാണ്. പെട്ടെന്ന് തന്നെ 5000 പേർക്ക് ഭക്ഷണം ലഭിക്കുകയാണ്. ചില മിനിറ്റുകൾക്കുള്ളിൽ അത് സംഭവിക്കുന്നു, അല്ലെങ്കിൽ ചില മണിക്കൂറുകൾക്കുള്ളിൽ അത് സംഭവിക്കുന്നു. അത് പ്രകൃതിയാതീതമാകുന്ന വേഗതയ്ക്ക് നല്ലൊരു ഉദാഹരണമല്ലേ? ഇനി സംഖ്യാപുസ്തകത്തിലേക്ക് പോകുമ്പോൾ, സംഖ്യാപുസ്തകം അതിൻ്റെ 17-ാമത്തെ അധ്യായത്തിൽ 9-ാമത്തെ വാക്യത്തിൽ, മോശ വടികളെല്ലാം യഹോവയുടെ സന്നിധിയിൽ നിന്ന് എടുത്ത് ഇസ്രയേൽ മക്കളുടെ അടുക്കൽ പുറത്തു കൊണ്ടുവന്നു. അവർ ഓരോരുത്തൻ താൻ്റെ വടി നോക്കിയെടുത്തു. അവിടെ ശ്രദ്ധിക്കുക, അവിടെ പ്രത്യേകം രേഖപ്പെടുത്തിയിട്ടുണ്ട്. 8-ാം വാക്യത്തിൽ, അഹരോൻ്റെ വടി തളിർത്തിരിക്കുന്നത് കണ്ടു. അത് തളിർത്ത് പൂത്ത് ബദാം ഫലം കായ്ച്ചിരുന്നു. ഒറ്റ രാത്രി കൊണ്ട് അഹരോൻ്റെ വടി തളിർത്ത് പൂത്ത് ബദാം ഫലം കായ്ച്ചിരുന്നു. ഡിവൈൻ ആക്സിലറേഷന് നല്ല ഉദാഹരണം. പ്രകൃതിയാതീതമാകുന്ന ഒരു വേഗതയെ പരിശുദ്ധാത്മാവ് നൽകിത്തരുവാൻ ആഗ്രഹിക്കുന്നു. പെട്ടെന്ന് കാര്യങ്ങൾ നടക്കുന്ന നിലവാരത്തിലേക്ക് കർത്താവ് നിങ്ങളെ മാറ്റുവാൻ ആഗ്രഹിക്കുകയാണ്. പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ നിങ്ങൾ കർത്താവിൽ പുരോഗതി പ്രാപിക്കുന്നവരാകുന്നു എങ്കിൽ വേഗത്തിൽ കാര്യങ്ങൾ സംഭവിക്കുവാൻ പോകുന്നു. വേഗത്തിൽ നിങ്ങളുടെ ഭവനത്തിൽ മാറ്റങ്ങൾ സംഭവിക്കുവാൻ പോകുന്നു. വേഗത പരിശുദ്ധാത്മാവിനോട് കൂടെയുണ്ട്. പെട്ടെന്ന് അപ്പോസ്തലപ്രവൃത്തി 16-ാമത്തെ അധ്യായത്തിലും പൗലോസും ശീലാസും അവരെ പ്രാർത്ഥിച്ച് പാട്ടുപാടി ആരാധിക്കുന്ന സന്ദർഭത്തിൽ പെട്ടെന്ന് കതകുകളെല്ലാം തുറക്കുകയാണ്, ചങ്ങലകളെല്ലാം അഴിഞ്ഞു വീഴുകയാണ്. പെട്ടെന്ന് വളരെ വേഗത്തിൽ. ഈ വേഗതയിലേക്ക് എങ്ങനെ നമുക്ക് പ്രവേശിക്കുവാൻ കഴിയും? രക്ഷിക്കപ്പെട്ടു, സ്നാനപ്പെട്ടു, പരിശുദ്ധാത്മാഭിഷേകം പ്രാപിച്ചു, ഇപ്പോഴും ഒരു മെല്ലെപ്പോക്കിനെ നിങ്ങൾ അനുഭവിച്ചു കൊണ്ടിരിക്കുകയാണെങ്കിൽ പല കാര്യങ്ങളും വൈകിപ്പോകുന്നു. നടക്കേണ്ട കാര്യങ്ങളൊന്നും കൃത്യസമയത്ത് നടക്കുന്നില്ല. ജീവിതത്തിൽ എല്ലാറ്റിനും ഒരു തടസ്സത്തെ നിങ്ങൾ നേരിടുകയാണ്, ഒരു സ്തംഭനാവസ്ഥയെ നേരിടുകയാണ്. അതാണ് സാക്ഷ്യമെങ്കിൽ അതിനൊരു മാറ്റം പരിശുദ്ധാത്മാവ് നൽകിത്തരുവാൻ ആഗ്രഹിക്കുന്നു. ഡിവൈൻ ആക്സിലറേഷൻ, പ്രകൃതിയാതീതമാകുന്ന വേഗത. പരിശുദ്ധാത്മാവിനോടുകൂടെ വേഗതയുണ്ട്. ആ വേഗതയിലേക്ക് നമ്മെ അവിടുന്ന് എത്തിക്കുവാൻ ആഗ്രഹിക്കുകയാണ്. എന്നാൽ എങ്ങനെ നിങ്ങൾക്ക് പ്രവേശിക്കുവാൻ കഴിയും? ഏറ്റവും പ്രധാനപ്പെട്ടത് സൗഖ്യമുള്ള ഒരു മനസ്സുണ്ടാകണം. അനേകരുടെ വേഗതയെ തടയുന്നൊരു കാര്യമാണ് അവരുടെ മനസ്സ്. അവരുടെ പ്രാണൻ്റെ മണ്ഡലത്തിൽ അവരുടെ മനസ്സിന് സ്വസ്ഥതയില്ല, സമാധാനമില്ല, ആന്തരിക മുറിവുകളുണ്ട്. വിരോധം, പക, വെറുപ്പ്, ഇങ്ങനെയുള്ള കാര്യങ്ങൾ മനസ്സിൽ വെച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരുപാട് കള്ളങ്ങൾ വിശ്വസിക്കുന്നു. പലപ്പോഴും മറ്റുള്ളവരോട് ക്ഷമിക്കുവാൻ കഴിയുന്നില്ല. അതുകൊണ്ട് പകയുണ്ട്, വെറുപ്പുണ്ട്, അനിഷ്ടമുണ്ട്, അമർഷമുണ്ട്, നീരസമുണ്ട്. നെഗറ്റീവായിട്ടുള്ള, നിഷേധാർത്ഥകമാകുന്ന ഇത്തരത്തിലുള്ള വികാരങ്ങൾ മനസ്സിൽ വെച്ചുകൊണ്ടിരിക്കുന്നു. വികാരങ്ങളുടെ മേഖലയിൽ, പ്രാണനിൽ വികാരങ്ങളുടെ മേഖലയിൽ ഇത്തരത്തിലുള്ള നിഷേധാർത്ഥകമാകുന്ന വികാരങ്ങൾ വെച്ചുകൊണ്ടിരിക്കുന്നു. ഇതെല്ലാം മുഖാന്തരമായിട്ട് ആ വ്യക്തിക്ക് ഒരിക്കലും ഡിവൈൻ ആക്സിലറേഷനിലേക്ക് പ്രവേശിക്കുവാൻ കഴിയില്ല. പ്രകൃത്യാതീത വേഗതയിലേക്കാണ് നിങ്ങൾ പ്രവേശിക്കുവാൻ ആഗ്രഹിക്കുന്നത് എങ്കിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, നിങ്ങളുടെ മനസ്സിന് സൗഖ്യമുണ്ടാകണം. മനസ്സിനകത്തെ ആവശ്യമില്ലാത്ത കാര്യങ്ങളെല്ലാം പുറത്തു പോകണം. ആന്തരികമാകുന്ന മുറിവുകളെല്ലാം സൗഖ്യമാകണം. ഒരാന്തരിക സൗഖ്യം സ്വീകരിക്കണം. വിശേഷിച്ചും ക്ഷമിക്കുവാൻ തയ്യാറാകണം. പലരുടെയും പ്രാർത്ഥനയ്ക്ക് മറുപടി ലഭിക്കാതിരിക്കുന്നതിൻ്റെ പ്രധാനപ്പെട്ട കാരണമെന്ന് പറയുന്നത് അവർക്ക് മറ്റുള്ളവരോട് ക്ഷമിക്കുവാൻ കഴിയുന്നില്ല.
മർക്കോസിൻ്റെ സുവിശേഷം അതിൻ്റെ 11-ാമത്തെ അധ്യായം അതിൻ്റെ 25-ാമത്തെ വാക്യത്തിൽ, നിങ്ങൾ പ്രാർത്ഥിക്കുവാൻ നിൽക്കുമ്പോൾ സ്വർഗസ്ഥനായ നിങ്ങളുടെ പിതാവ് നിങ്ങളുടെ പിഴകളെയും ക്ഷമിക്കേണ്ടതിന് നിങ്ങൾക്ക് ആരോടെങ്കിലും വല്ലതുമുണ്ടെങ്കിൽ അവനോട് ക്ഷമിപ്പീൻ. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നിബന്ധനയാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഈ അധ്യായം വളരെ പ്രധാനപ്പെട്ട ഒരു അധ്യായമാണ്. ഇതിൻ്റെ 23-ാമത്തെ വാക്യം എന്ന് പറയുന്നത് വിപ്ലവകരമാകുന്ന വിശ്വാസത്തെക്കുറിച്ചുള്ള ഒരു വാക്യമാണ്. 23-ാമത്തെ വാക്യം. 24-ാമത്തെ വാക്യം പ്രാർത്ഥനയുടെ ശക്തിയുടെ ഒരു പ്രധാനപ്പെട്ട വെളിപ്പാടാണ് 24-ാമത്തെ വാക്യം എന്ന് പറയുന്നത്. അതുകൊണ്ട് നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ പ്രാർത്ഥിക്കുന്നതൊക്കെയും ലഭിച്ചു എന്ന് വിശ്വസിപ്പീൻ, എന്നാൽ അത് നിങ്ങൾക്കുണ്ടാകും. എന്നാൽ ഇതിനെല്ലാം കാരണമാകുന്നൊരു പ്രധാനപ്പെട്ട ആത്മീക തത്വമാകുന്നു, ആത്മീക ആയുധമാകുന്നു, ആത്മീകമാകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാകുന്നു ക്ഷമയെന്ന് പറയുന്നത്. ക്ഷമയെന്ന് പറയുമ്പോൾ അത് മനസ്സുമായി ബന്ധപ്പെട്ടുള്ള ആകമാനമുള്ളൊരു മാറ്റത്തെ കാണിക്കുകയാണ്. മനസ്സിനകത്തുള്ള ആന്തരിക സംഘർഷങ്ങൾ നിങ്ങളെ വിട്ടുപോകണം, ആകുലതകൾ നിങ്ങളെ വിട്ടുപോകണം, വ്യാകുലതകൾ നിങ്ങളെ വിട്ടുപോകണം, മുറിവുകൾ സൗഖ്യമാകണം, പകപിണക്കമെല്ലാം വിട്ടുപോകണം. മനസ്സ് സൗഖ്യമായെങ്കിൽ മാത്രമേ വേഗത ലഭിക്കുകയുള്ളൂ. സൗഖ്യമുള്ള ഒരു മനസ്സ് സ്വീകരിക്കുക. യേശു കർത്താവ് മനുഷ്യകുലത്തിൻ്റെ മുഴുവൻ പാപം വഹിച്ചുകൊണ്ട് കാൽവറി ക്രൂശിൽ നമുക്ക് വേണ്ടി പ്രായശ്ചിത്തയാഗമായി തീരുന്നു. കേവലം 6 മണിക്കൂർ കൊണ്ട് മനുഷ്യകുലത്തിൻ്റെ മുഴുവൻ പാപങ്ങൾ പരിഹരിക്കുവാൻ വേണ്ടിയുള്ള കാര്യങ്ങൾ കർത്താവ് ചെയ്തു. അതൊരു ഡിവൈൻ ആക്സിലറേഷൻ അല്ലേ? അസാധാരണമാകുന്ന ഒരു വേഗതയാണ് അവിടെ നമുക്ക് കാണുവാൻ കഴിയുന്നത്. മാനവകുലത്തിൻ്റെ മുഴുവൻ ആദാം മുതൽ ഇനിയും എത്ര പേർ ജനിക്കുവാനുണ്ടോ അവർ വരെയുള്ള സകല മനുഷ്യരുടെയും പാപങ്ങളാണ് കർത്താവ് ആ പ്രായശ്ചിത്ത യാഗം നടക്കുന്ന ദിനത്തിൽ തന്നിൽ വഹിച്ചുകൊണ്ട് നമുക്ക് വേണ്ടി പ്രായശ്ചിത്ത യാഗമായി തീർന്നത്. എന്തൊരു വലിയ വേഗതയായിരുന്നു! ആ വേഗതയ്ക്ക് സഹായകരമാകുന്നൊരു കാര്യമാണ് കർത്താവാകുന്ന യേശു ക്രിസ്തു കാൽവറിയിൽ നടത്തുന്ന ആദ്യത്തെ പ്രഖ്യാപനം. ഇവർ ചെയ്യുന്നത് ഇന്നതെന്ന് ഇവർ അറിയായ കൊണ്ട് ഇവരോട് ക്ഷമിക്കണമേ. യേശുവിൻ്റെ മനസ്സ് പെർഫെക്റ്റ് ആയിരുന്നു. ഒരു കേടുമില്ലാത്ത പൂർണ്ണ സൗഖ്യമുള്ള മനസ്സായിരുന്നു യേശുവിൻ്റെ മനസ്സ്. അതുകൊണ്ട് യേശു ചെയ്ത എല്ലാ കാര്യങ്ങളിലും നമുക്ക് ഈ ഡിവൈൻ ആക്സിലറേഷൻ കാണുവാൻ കഴിയുന്നുണ്ട്. 3-ാം ദിവസം യേശു ഉയർത്തെഴുന്നേറ്റു. നമുക്ക് വേണ്ടി പരമയാഗമായി തീർന്നതിന് ശേഷം 3-ാം ദിവസം യേശു ഉയർത്തെഴുന്നേൽക്കുകയാണ്. നിങ്ങൾ ഒരു ഡിവൈൻ ആക്സിലറേഷനിലേക്ക് പ്രവേശിക്കുവാൻ ആഗ്രഹിക്കുന്നു എങ്കിൽ അതിൻ്റെ ഏറ്റവും സഹായകരമാകുന്ന കാര്യമാകുന്നു സൗഖ്യമുള്ള മനസ്സ്. മനസ്സ് സൗഖ്യമാകണം. മനസ്സിനകത്തുള്ള കേടുകളെല്ലാം പരിഹരിക്കുക. ദൈവസന്നിധിയിൽ ഇരുന്ന് അത് വിശകലനങ്ങൾക്ക് വിധേയമാക്കി പരിഹരിക്കുവാൻ തയ്യാറാകണം. ആരുടെയെങ്കിലും സഹായം തേടണമെങ്കിൽ സഹായം തേടണം. ആന്തരിക സൗഖ്യവുമായുള്ള ബന്ധത്തിൽ കാര്യങ്ങൾ അറിയാവുന്ന ഏതെങ്കിലും ദൈവദാസന്മാരുടെ സഹായം തേടണമെങ്കിൽ അവരുടെ സാന്നിധ്യത്തിൽ, അവരുടെ സഹായത്തോടുകൂടെ അകത്തുള്ളതിനെ മുഴുവൻ പരിഹരിക്കണം. ഡിപ്രഷനുമായി നടക്കുന്ന ഒരു വിശ്വാസിക്ക് എങ്ങനെയാണ് ഡിവൈൻ ആക്സിലറേഷൻ ലഭിക്കുന്നത്? സഹോദരനോട് സംസാരിക്കാതെ പകവെച്ചുകൊണ്ടിരിക്കുന്ന നിനക്കെങ്ങനെയാണ് ഡിവൈൻ ആക്സിലറേഷൻ, പ്രകൃതിയാതീത വേഗത ലഭിക്കുന്നത്? നീ തുടങ്ങുന്ന കാര്യങ്ങളെല്ലാം സ്തംഭനാവസ്ഥയിലായി പോകും. മനസ്സിനെ സൗഖ്യമാക്കുക. മനസ്സിനെ സൗഖ്യമാക്കിയെങ്കിൽ മാത്രമേ പ്രകൃതിയാതീത വേഗതയിലേക്ക് പ്രവേശിക്കുവാൻ കഴിയത്തുള്ളൂ. രണ്ടാമത്, പ്രകൃതിയാതീത വേഗതയ്ക്ക് സഹായകരമാകുന്നൊരു പ്രധാനപ്പെട്ട കാര്യമാണ് പ്രാർത്ഥന. ശക്തമാകുന്ന പ്രാർത്ഥന ഉയരണം. നിങ്ങളുടെ പ്രാർത്ഥനാ ജീവിതത്തിൽ കാതലായൊരു മാറ്റം സംഭവിക്കണം. മണിക്കൂറുകൾ ഇരുന്ന് പ്രാർത്ഥിക്കുവാൻ തയ്യാറാകുക. മർക്കോസിൻ്റെ സുവിശേഷം 1:35 തുടങ്ങിയുള്ള അനേകം വാക്യങ്ങളിൽ യേശു പ്രാർത്ഥിച്ചതിനെക്കുറിച്ച് നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. അപ്പോസ്തല പ്രവൃത്തിയിൽ വരുമ്പോൾ അപ്പോസ്തലന്മാർ പ്രാർത്ഥിക്കുന്നതിനെക്കുറിച്ച് നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. പൗലോസ് പലയിടങ്ങളിൽ തൻ്റെ വ്യക്തിപരമാകുന്ന പ്രാർത്ഥനയെക്കുറിച്ച് പറയുമ്പോൾ രാവും പകലും പ്രാർത്ഥിക്കുന്നു എന്നാണ് അപ്പോസ്തലനാകുന്ന പൗലോസ് പറയുന്നത്.
പ്രാർത്ഥനാ ജീവിതത്തിന് കാതലായൊരു മാറ്റം സംഭവിച്ചെങ്കിൽ മാത്രമേ പ്രകൃത്യാതീത വേഗത ലഭിക്കുകയുള്ളൂ. മൂന്നാമതായിട്ട്, നിങ്ങൾക്ക് പ്രകൃത്യാതീത വേഗത ലഭിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഏറ്റുപറച്ചിലിൽ ഒരു വലിയ മാറ്റം സംഭവിക്കണം. കൺഫഷനിൽ ഒരു മാറ്റം സംഭവിക്കണം. സംസാരം ശ്രദ്ധിക്കുക. എന്താണ് സംസാരിക്കുന്നത്? നിങ്ങൾ സംസാരിക്കുമ്പോൾ വളരെ പ്രധാനപ്പെട്ടൊരു കാര്യമാണ്, നിങ്ങൾ സംസാരിക്കുന്ന സന്ദർഭത്തിൽ ദൈവവചനപ്രകാരം നിങ്ങൾ സംസാരിക്കുകയാണെങ്കിൽ കർത്താവ് നിങ്ങൾ പറയുന്ന കാര്യം സ്വർഗത്തിൽ ഏറ്റുപറയുകയാണ്. എബ്രായലേഖനം 3-ാം അധ്യായം 1-ാം വാക്യത്തിൽ, അതുകൊണ്ട് വിശുദ്ധ സഹോദരന്മാരെ, സ്വർഗീയ വിളിക്ക് ഓഹരിക്കാരായുള്ളവരെ നാം സ്വീകരിച്ചു പറയുന്ന, അവിടെ ഇംഗ്ലീഷിൽ കൺഫഷൻ എന്നാണ് കാണുവാൻ കഴിയുന്നത്, നാം ഏറ്റുപറയുന്ന അപ്പോസ്തലനും മഹാപുരോഹിതനുമായ യേശുവിനെ ശ്രദ്ധിച്ചു നോക്കുവീൻ. ഈ ഭൂമിയിൽ നീ വിളിച്ചു പറയുകയാണ്, യേശുവിൻ നാമത്തിൽ ഉണർവ് സംഭവിക്കുവാൻ പോകുന്നുവെന്ന് നീ വിളിച്ചു പറയുമ്പോൾ സ്വർഗത്തിൽ കർത്താവ് ഏറ്റുപറയുകയാണ്. അവിടുന്ന് നമ്മുടെ മഹാപുരോഹിതനാകുന്നുവല്ലോ. അതേപോലെ അപകടകരമാകുന്ന മറുവശമുണ്ട്. നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ പറയുകയാണ് എങ്കിൽ, നിന്റെ തലമുറയെ നോക്കി നിനക്കൊരിക്കലും ഗുണം വരികയില്ല എന്ന് മക്കളെ നോക്കി പറയുകയാണെങ്കിൽ, ഇതെല്ലാം ആര് എടുത്തുകൊണ്ടുപോകും? ഇത് പിശാച് എടുത്തുകൊണ്ടുപോകും. പിശാച് ഈ വാക്കുകൾ ഏറ്റുപറയും. അവൻ്റെ സ്വഭാവത്തെക്കുറിച്ച് വെളിപ്പാട് പുസ്തകം 12-ാമത്തെ അധ്യായത്തിൽ അതിൻ്റെ 10-ാം വാക്യത്തിൽ പറഞ്ഞിരിക്കുന്നത്, സഹോദരന്മാരെ രാപ്പകൽ കുറ്റം ചുമത്തുന്ന അപവാദി എന്നാണ് അവനെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇന്നും അവനത് നിർത്തിയിട്ടുണ്ടോ? ഇല്ല. യേശുവിൻ്റെ ക്രൂശീകരണം കഴിഞ്ഞതിന് ശേഷവും സഹോദരന്മാരെക്കുറിച്ച് കുറ്റാരോപണം നടത്തുന്നത് അവൻ അവസാനിപ്പിച്ചിട്ടില്ല. നമ്മുടെ കയ്യിൽ നിന്ന് എന്തെങ്കിലും കിട്ടാൻ വേണ്ടി അവൻ നോക്കിയിരിക്കുകയാണ്. കിട്ടുകയാണെങ്കിൽ അതെടുത്തു കൊണ്ടുപോയിട്ട് നമുക്ക് വിരോധമായിട്ട് കുറ്റാരോപണം നടത്തുവാൻ അവൻ ആഗ്രഹിക്കുന്നതിനാൽ വളരെ സൂക്ഷിക്കണം. നിങ്ങളുടെ അധരം വളരെ സൂക്ഷിക്കണം. അധരത്തിൽ നിന്ന് ആവശ്യമില്ലാത്ത കാര്യങ്ങൾ ഒന്നും പുറത്തു വരരുത്. 39-ാമത്തെ സങ്കീർത്തനത്തിൽ സങ്കീർത്തനക്കാരൻ പറയുന്നു, നാവുകൊണ്ട് പാപം ചെയ്യാതിരിപ്പാൻ, 1-ാം വാക്യത്തിൽ, നാവുകൊണ്ട് പാപം ചെയ്യാതിരിപ്പാൻ ഞാൻ എൻ്റെ വഴികളെ സൂക്ഷിക്കുമെന്ന് ദുഷ്ടൻ എൻ്റെ മുമ്പിലിരിക്കുമ്പോൾ, പിശാച് ദുഷ്ടൻ എൻ്റെ മുമ്പിലിരിക്കുമ്പോൾ എൻ്റെ വായ് കടിഞ്ഞാണിട്ട് കാക്കുമെന്നും ഞാൻ പറഞ്ഞു. ദുഷ്ടൻ എൻ്റെ മുമ്പിലിരിക്കുമ്പോൾ പിശാചിന് നീ പറയുന്ന കാര്യങ്ങൾ കേൾക്കുവാൻ കഴിയും. ഒരാത്മലോകം നമുക്ക് ചുറ്റുമുണ്ട്. നമ്മൾ ഈ ഭൂമിയിലായിരിക്കുമ്പോൾ വസ്തുലോകത്തിലുള്ള കാര്യങ്ങളാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. എന്നാൽ നമുക്ക് ചുറ്റും ഒരു ആത്മലോകമുണ്ട്. നമ്മുടെ അരികിൽ ദൈവദൂതന്മാർ നിൽക്കുന്നത് പോലെ തന്നെ അവിടെ എവിടെയൊക്കെയോ ദുരാത്മാക്കൾ നിൽക്കുന്നുണ്ട്. അവയ്ക്ക് നിങ്ങൾ പറയുന്ന കാര്യങ്ങൾ കേൾക്കുവാൻ കഴിയും. ദുരാത്മാക്കളോടുള്ള ഒരു യോജിപ്പിലാണ് നിങ്ങൾ സംസാരിക്കുന്നത് എങ്കിൽ, അവരൊക്കെ സംസാരിക്കുന്ന നിലവാരത്തിലാണ് നിങ്ങൾ സംസാരിക്കുന്നത് എങ്കിൽ അവർക്ക് വളരെ സന്തോഷമാണ്. നിങ്ങൾ പറയുന്ന കാര്യം അവർ ഏറ്റുപറയും, അവരെടുത്തുകൊണ്ട് പോകും. വേണമെങ്കിൽ തലമുറകൾ നീ പറഞ്ഞ ഒരു വാക്കുകൊണ്ട് നിന്നെ മാത്രമല്ല തലമുറകളെ വരെ ആരോപണ വിധേയമാക്കുവാൻ വേണ്ടി അവർ ശ്രമം നടത്തുന്നവരാകുന്നു എന്നുള്ള തിരിച്ചറിവോടുകൂടെ നിങ്ങളുടെ അധരത്തിൽ നിന്ന് പുറപ്പെടുന്ന വാക്കുകൾ ഡിവൈൻ ആക്സിലറേഷനെ കെടുത്തിക്കളയുന്ന, പ്രകൃതിയാതീത വേഗതയെ ഇല്ലാതെയാക്കി കളയുന്ന വാക്കുകളൊന്നും അധരത്തിൽ നിന്ന് പുറപ്പെടാതെ നിങ്ങളുടെ വേഗതയെ വർദ്ധിപ്പിക്കുന്ന, പ്രകൃതിയാതീത വേഗതയെ വർദ്ധിപ്പിക്കുന്ന വാക്കുകൾ നിങ്ങളുടെ അധരത്തിലൂടെ നിരന്തരം പുറപ്പെടുവിക്കുക. രാവിലെ എഴുന്നേൽക്കുമ്പോൾ മുതൽ അത്തരത്തിലുള്ള വാക്കുകളെ പുറപ്പെടുവിക്കുവാൻ, അത്തരത്തിലുള്ള പ്രഖ്യാപനങ്ങളെ നടത്തുക. ഇയ്യോബിൻ്റെ പുസ്തകത്തിൽ നമ്മൾ വായിക്കുന്നത് പോലെ ഐ ഡിക്രീ ആൻഡ് ഡിക്ലെയർ, അത്തരത്തിലുള്ള പ്രഖ്യാപനങ്ങൾ നിന്റെ അധരത്തിൽ നിന്ന് പുറപ്പെടട്ടെ. വലിയ കാര്യങ്ങൾ സംഭവിക്കാൻ പോകുന്നു എന്ന് വിളിച്ചു പറയുക. ഇന്ത്യയിൽ വലിയ ഉണർവ് സംഭവിക്കാൻ പോകുന്നു എന്ന് വിളിച്ചു പറയുക. എൻ്റെ തലമുറ യഹോവയാൽ ഉപദേശിക്കപ്പെട്ട ആകുമെന്ന് വിളിച്ചു പറയുക. ബാലസിംഹങ്ങളും ഇരകിട്ടാതെ വിശന്നിരിക്കും, യഹോവയെ അന്വേഷിക്കുന്ന എനിക്കൊരു നന്മയ്ക്കും കുറവുണ്ടാകുകയില്ല എന്ന് വിളിച്ചു പറയുക. ഐ ആം ബ്ലെസ്ഡ്, really blessed, permanently blessed, highly favored, deeply loved. ഇത്തരത്തിലുള്ള പ്രഖ്യാപനങ്ങൾ അധരം തുറന്ന് നിരന്തരമായി നടത്തുക. വചനങ്ങൾ ഏറ്റുപറയുക. എന്നെ ശക്തനാക്കുന്ന യേശു ക്രിസ്തു മുഖാന്തരം ഞാൻ സകലത്തിനും മതിയാകുന്നു. എൻ്റെ യൗവനം കഴുകനെ പോലെ പുതുകി വരത്തക്കവണ്ണം കർത്താവിൻ്റെ വായെ നന്മ കൊണ്ട് നിറയ്ക്കുകയാണ്. ആമേൻ, ഹല്ലേലൂയ. അത്തരത്തിലുള്ള പ്രഖ്യാപനങ്ങൾ, കൺഫഷൻസ് വളരെ പ്രധാനപ്പെട്ടതാകുന്നു. നിങ്ങളുടെ കൺഫഷൻസ് നിങ്ങളുടെ വേഗതയെ, പ്രകൃതിയാതീത വേഗതയെ വർദ്ധിപ്പിക്കുന്നതാകുന്നു.
മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, നാലാമതായിട്ട് പ്രകൃതിയാതീത വേഗത വർദ്ധിക്കണമെന്നുണ്ടെങ്കിൽ ഗിഫ്റ്റ്സ് ഓഫ് ദ ഹോളി സ്പിരിറ്റ്, പരിശുദ്ധാത്മാവിൻ്റെ കൃപാവരങ്ങൾ സജീവമാകണം. പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞവരാകുന്നുവെങ്കിൽ, അങ്ങനെ ആരെങ്കിലും ഇതുവരെയും പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞിട്ടില്ല എങ്കിൽ ഇപ്പോൾ തന്നെ പ്രാർത്ഥിക്കുക, പരിശുദ്ധാത്മാവ് നിങ്ങളെ നിറയ്ക്കുവാൻ ആഗ്രഹിക്കുന്നു. അതോടൊന്നിച്ച് തന്നെ ഈ ശബ്ദം കേൾക്കുന്ന ആരെങ്കിലും ഇതുവരെയും യേശുവിനെ രക്ഷകനെയും കർത്താവുമായി സ്വീകരിച്ചിട്ടില്ല എങ്കിൽ സുവർണാവസരം, ഇപ്പോൾ തന്നെ നിങ്ങൾ യേശുവിനെ രക്ഷകനെയും കർത്താവുമായി സ്വീകരിക്കുക. ദൈവത്തിൻ്റെ വചനമനുസരിച്ച് ജീവിക്കുവാൻ വേണ്ടി തീരുമാനമെടുക്കുക. പരിശുദ്ധാത്മാവിനാൽ നിറയുക. പരിശുദ്ധാത്മാവിനാൽ ഒരാൾ നിറയുമ്പോൾ തന്നെ അന്യഭാഷയിൽ സംസാരിക്കും. അന്യഭാഷയിൽ സംസാരിക്കുമ്പോൾ തന്നെ ഗിഫ്റ്റ്സ് ഓഫ് ദ ഹോളി സ്പിരിറ്റ് ആ വ്യക്തിയിൽ സജീവമായി എന്നതിൻ്റെ തെളിവാകുന്നു. അത് സജീവമാക്കണം. ഓരോ കൃപാദാനങ്ങളും സജീവമാക്കണം. 1 കൊരിന്ത്യർ 12-ാമത്തെ അധ്യായം 8 മുതലുള്ള വാക്യങ്ങളിൽ നമുക്ക് 9 കൃപാവരങ്ങൾ കാണുവാൻ കഴിയുന്നുണ്ട്. വചനത്തിൻ്റെ ജ്ഞാനം, വചനത്തിൻ്റെ പരിജ്ഞാനം, വിശ്വാസം, രോഗശാന്തികളുടെ വരം, അത്ഭുതങ്ങൾ, അടയാളങ്ങൾ, വീര്യപ്രവർത്തികൾ, പ്രവചനവരം, ആത്മാക്കളുടെ വിവേചനവരം, വിവിധ ഭാഷകൾ, പലവിധ ഭാഷകളുടെ വരം, ഭാഷകളുടെ വ്യാഖ്യാനവരം. ഈ 9 കൃപാവരങ്ങളും സജീവമാകണം. ഓരോ കൃപാവരങ്ങളും വേഗതയാണ്. രോഗസൗഖ്യം തന്നെ നിങ്ങൾ ശ്രദ്ധിക്കുക. 2 മാസമായിട്ട് സൗഖ്യമായിട്ടില്ലാത്ത, മരുന്ന് കഴിച്ചിട്ടും സൗഖ്യമായിട്ടില്ലാത്ത ഒരു വ്യക്തി യേശുവിൻ നാമത്തിൽ സൗഖ്യമാകുമ്പോൾ അത് വേഗതയാണ് കാണിക്കുന്നത്. പെട്ടെന്ന് ആ സൗഖ്യം സംഭവിക്കുകയാണത്. അടുത്ത 1 മാസം കൂടെ മരുന്ന് കഴിച്ചെങ്കിൽ മാത്രമേ ആ രോഗത്തിന് എന്തെങ്കിലും ഒരു ശമനം ഉണ്ടാകുമായിരുന്നുള്ളൂ. എന്നാൽ ഇപ്പോൾ പ്രാർത്ഥിച്ചപ്പോൾ ഉടനടി സൗഖ്യം സംഭവിക്കുന്നു എന്നത് വേഗതയെ കാണിക്കുന്നു. വേഗത്തിൽ കാര്യങ്ങൾ സംഭവിക്കുന്നു. മഹാത്ഭുതകരം. ഹല്ലേലൂയ. ഓരോ കൃപാവരങ്ങളും, പ്രവചനം അത് വേഗതയെ വർദ്ധിപ്പിക്കുന്നതാണ്. വചനത്തിൻ്റെ ജ്ഞാനം വേഗതയെ വർദ്ധിപ്പിക്കുന്നതാണ്. വചനത്തിൻ്റെ പരിജ്ഞാനം വേഗതയെ വർദ്ധിപ്പിക്കുന്നതാണ്. എഫേസ്യ ലേഖനം 1-ാമത്തെ അധ്യായത്തിലേക്ക് പോകുമ്പോൾ 17-ാം വാക്യത്തിൽ അവിടെ ജ്ഞാനത്തിൻ്റെയും വെളിപ്പാടിൻ്റെയും ആത്മാവ്, സ്പിരിറ്റ് ഓഫ് വിസ്ഡം വേഗതയെ വർദ്ധിപ്പിക്കുന്നതാണ്. സ്പിരിറ്റ് ഓഫ് റെവലേഷൻ വേഗതയെ വർദ്ധിപ്പിക്കുന്നതാണ്. യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകം 11-ാമത്തെ അധ്യായത്തിലേക്ക് പോകുമ്പോൾ അവിടെ പരിശുദ്ധാത്മാവിൻ്റെ വിശേഷണങ്ങൾ കാണുവാൻ കഴിയുന്നുണ്ട്. യഹോവയുടെ ആത്മാവ്, ജ്ഞാനത്തിൻ്റെ ആത്മാവ്, വിവേകത്തിൻ്റെ ആത്മാവ്, ആലോചനയുടെ ആത്മാവ്, ബലത്തിൻ്റെ ആത്മാവ്, പരിജ്ഞാനത്തിൻ്റെ ആത്മാവ്, യഹോവ ഭക്തിയുടെ ആത്മാവ്. 7 ഗുണമേന്മകളും വേഗതയെ വർദ്ധിപ്പിക്കുന്നതാണ്. പ്രത്യേകിച്ചും വിസ്ഡം വേഗതയെ വർദ്ധിപ്പിക്കുന്നതാണ്. ഡിവൈൻ വിസ്ഡം, ദൈവത്തിൽ നിന്നുള്ള വിസ്ഡം വേഗതയെ വർദ്ധിപ്പിക്കുന്നതാണ്. പലവിധ ഭാഷകൾ വേഗതയെ വർദ്ധിപ്പിക്കുന്നതാണ്. ഭാഷകളുടെ വ്യാഖ്യാനപരം വേഗതയെ വർദ്ധിപ്പിക്കുന്നതാണ്. പരിശുദ്ധാത്മാവിൻ്റെ കൃപാവരങ്ങൾ ഡിവൈൻ ആക്സിലറേഷനിലെത്തിക്കും. ഒരു വ്യക്തിക്ക് പരിശുദ്ധാത്മാവിൻ്റെ കൃപാവരങ്ങൾ സജീവമാക്കുവാൻ കഴിയുകയാണെങ്കിൽ ഡിവൈൻ ആക്സിലറേഷൻ സംഭവിക്കുവാൻ പോകുന്നു. ഒരു പ്രകൃതിയാതീത വേഗത സംഭവിക്കുവാൻ പോകുന്നു. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഫൈനാൻഷ്യൽ ഫ്രീഡമാണ്. ഡിവൈൻ ഫൈനാൻഷ്യൽ ഫ്രീഡം, ദൈവത്തിൽ നിന്ന് തന്നെ നിങ്ങൾക്കുണ്ടാകുന്ന ഫൈനാൻഷ്യൽ ഫ്രീഡം നിങ്ങളുടെ വേഗതയെ വർദ്ധിപ്പിക്കും. നിങ്ങൾ സാമ്പത്തികമായി എപ്പോഴും ഞെരുക്കത്തിലൂടെ കടന്നു പോകുന്നു, ശൂന്യത അനുഭവിക്കുന്നു, ഒന്നിനും തികഞ്ഞു പറ്റുന്നില്ല. ആ നിലവാരത്തിലാണ് നിങ്ങളായിരിക്കുന്നത് എങ്കിൽ നിങ്ങൾ ദിവ്യമാകുന്നൊരു ഫൈനാൻഷ്യൽ ഫ്രീഡത്തിലേക്ക് കയറിയിട്ടില്ല. 1-ാം സങ്കീർത്തനത്തിൽ പറയുന്നത് വാട്ട് എവർ ഹി ഡസ് ഷാൽ പ്രോസ്പർ, അവൻ ചെയ്യുന്നതൊക്കെയും സാധിക്കും. അതാണ് ഒരു ഫൈനാൻഷ്യൽ ഫ്രീഡത്തിൽ ഒരാൾ എത്തിച്ചേരുകയാണെങ്കിൽ അദ്ദേഹം ഒരു കാര്യത്തിന് ഇറങ്ങി തിരിച്ചു കഴിഞ്ഞാൽ ആ കാര്യം സാധിച്ചിരിക്കും. നീ ഒരു കൺവെൻഷൻ നടത്താൻ തീരുമാനിച്ചാൽ അത് സാധിച്ചിരിക്കും. കടമില്ലാതെ ആ കാര്യം സാധിച്ചിരിക്കും. നിന്റെ കുട്ടിയുടെ വിദ്യാഭ്യാസവുമായിട്ടുള്ള ബന്ധത്തിൽ നീ ഇറങ്ങിത്തിരിച്ചാൽ അത് സാധിച്ചിരിക്കും. വാട്ട് എവർ ഹി ഡസ് ഷാൽ പ്രോസ്പർ. ആ ഒരു ഫൈനാൻഷ്യൽ ഫ്രീഡം പലരുടെയും ജീവിതത്തിൽ ഡിവൈനായിട്ടുള്ളൊരു ആക്സിലറേഷൻ വെളിപ്പെടാൻ സമയമായി, പ്രകൃതി അതീതമാകുന്ന ഒരു വേഗത വെളിപ്പെടാൻ സമയമായി. പക്ഷേ തടസ്സമായി നിൽക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് അതിനുള്ള ഫൈനാൻസ് ഇല്ല. ആ ഫൈനാൻഷ്യൽ ഫ്രീഡത്തിലേക്ക് വന്നിട്ടില്ല. മനസ്സിന് കേടുവരുമ്പോൾ നിന്റെ വേഗത തടയപ്പെടുന്നത് പോലെ തന്നെയാണ്. ഫൈനാൻഷ്യൽ ഫ്രീഡം ഇല്ല എന്നുണ്ടെങ്കിൽ, സാമ്പത്തിക മേഖലയിൽ നീ സ്വാതന്ത്ര്യം അനുഭവിക്കുന്നില്ല എങ്കിൽ അത് നിന്റെ വേഗതയെ തടയുന്ന കാര്യമാണ്. എന്ന് വിശ്വസിക്കുക. കർത്താവ് നിങ്ങളെ ആ മേഖലയിൽ സ്വതന്ത്രമാക്കുവാൻ ആഗ്രഹിക്കുന്നു. അതിന് ഒരു പ്രധാനപ്പെട്ട താക്കോലുണ്ട്. നിങ്ങൾ ആ മേഖലയിൽ സ്വാതന്ത്ര്യം പ്രാപിക്കുവാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ ഗിഫ്റ്റ് ഓഫ് ഗിവിങ്, കൊടുക്കുവാൻ വേണ്ടിയുള്ള കൃപാദാനം സ്വീകരിക്കുക. നിങ്ങളൊരു ഗിവറായി തീർന്നെങ്കിൽ മാത്രമേ ഡിവൈൻ ഫൈനാൻഷ്യൽ ഫ്രീഡം നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ.
ജോലിയിൽ നിന്ന് നിങ്ങൾക്ക് ശമ്പളം ലഭിക്കുന്നു, നിങ്ങളുടെ കൃഷിയിൽ നിന്ന് നിങ്ങൾക്ക് വരുമാനം ലഭിക്കുന്നു, നിങ്ങളുടെ ബിസിനസ്സിൽ നിന്ന് നിങ്ങൾക്ക് ലാഭം ലഭിക്കുന്നു. അതെല്ലാം നാച്ചുറലായിട്ട് നിങ്ങൾക്ക് ലഭിക്കുന്ന കാര്യമാണ്. എന്നാൽ അതിനകത്തു തന്നെ ഒരു ഡിവൈൻ ഫൈനാൻഷ്യൽ ഫ്രീഡം വെളിപ്പെടണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ താക്കോൽ എന്ന് പറയുന്നത് ഗിവിങ് ആണ്. ധാരാളമായി നിങ്ങൾ കൊടുക്കുവാൻ തയ്യാറാകുന്നുവെങ്കിൽ അവൻ വാരി വിതറി ദരിദ്രന്മാർക്ക് കൊടുക്കുന്നു എന്നാണ് വചനത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. അത് ദൈവത്തിൻ്റെ സ്വഭാവമാണ്. ലാവിഷായിട്ട് അവിടുന്ന് കൊടുക്കുന്നവനാകുന്നു. അതേപോലെ തന്നെ ലാവിഷായിട്ട് നിങ്ങൾ കൊടുക്കുവാൻ തയ്യാറാകുകയാണ് എങ്കിൽ അതാണ് ഒരു വ്യക്തിയെ ഫൈനാൻഷ്യൽ ഫ്രീഡത്തിലേക്ക് എത്തിക്കുന്നത്. അത് പ്രകൃതിയാതീത വേഗതയെ വർദ്ധിപ്പിക്കും. പ്രകൃതിയാതീത വേഗത വേണമെന്നുണ്ടെങ്കിൽ സൗഖ്യമുള്ള മനസ്സ്, സജീവമായ പ്രാർത്ഥന, നല്ല ഏറ്റുപറച്ചിൽ, പരിശുദ്ധാത്മാവിൻ്റെ കൃപാദാനങ്ങൾ, ഫൈനാൻഷ്യൽ ഫ്രീഡം, സാമ്പത്തിക മേഖലയിൽ സ്വാതന്ത്ര്യം, ഏറ്റവും അവസാനമായിട്ട് നിങ്ങളുടെ മേലൊരു ഫയർ ബാപ്റ്റിസം വരേണ്ടത് ആവശ്യമാകുന്നൊരു പ്രകൃതിയാതീത വേഗത ആഗ്രഹിക്കുന്നവർ എല്ലാവരും സ്വീകരിക്കുക പരിശുദ്ധാത്മാവിൻ്റെ തീ കൊണ്ടുള്ള അഭിഷേകം. പരിശുദ്ധാത്മാവിൻ്റെ തീ കൊണ്ടുള്ള അഭിഷേകം. പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞു അന്യഭാഷയിൽ സംസാരിക്കുന്നു. ഇനിയും അടുത്ത ഒരു പ്രതലത്തിലേക്ക് കയറിപ്പോകാം. പരിശുദ്ധാത്മാവിൻ്റെ തീ കൊണ്ടുള്ള അഭിഷേകം. പരിശുദ്ധാത്മാവിൻ്റെ തീ കൊണ്ടുള്ള അഭിഷേകം വരികയാണ് എങ്കിൽ അത് പ്രകൃതിയാതീത വേഗതയെ സഹായിക്കും. ഈ ശബ്ദം കാതുകളിൽ എത്തിച്ചേരുമ്പോൾ തന്നെ ഈ പറഞ്ഞ വാതിലുകളെല്ലാം തുറക്കപ്പെടട്ടെ. ഒരു വലിയ പ്രകൃതിയാതീത വേഗതയുടെ തലത്തിൽ എത്തിച്ചേരട്ടെ. പരിശുദ്ധ പിതാവേ, യേശുക്രിസ്തുവിൻ നാമത്തിൽ അങ്ങയുടെ ജനത്തിനു വേണ്ടി പ്രാർത്ഥിക്കുന്നു. അതിശക്തമാകുന്നൊരു തീ അഭിഷേകം ഇപ്പോൾ ഈ പ്രിയപ്പെട്ടവരുടെ മേൽ വന്നു വീഴട്ടെ. അത്ഭുതങ്ങൾ ചെയ്യണം. പ്രകൃതിയാതീത വേഗതയിൽ ചലിക്കുവാൻ കഴിയുന്ന നിലവാരത്തിൽ കർത്താവേ അത്ഭുതങ്ങൾ ചെയ്യുന്നതിനായി സ്തോത്രം. മഹാത്ഭുതങ്ങൾ ചെയ്യുന്നതിനായി സ്തോത്രം ചെയ്യുന്നു. ഈ ശബ്ദം കേൾക്കുന്ന രോഗികൾ ഇപ്പോൾ സൗഖ്യമാകട്ടെ. കൈ മുട്ടിന് വേദന ഇപ്പോൾ സൗഖ്യമാകട്ടെ. കൈ ഉയർത്തുവാൻ വയ്യാത്തവരുടെ കൈകൾ ഇപ്പോൾ അത് ഫ്രീ ആയി തീരട്ടെ എന്ന് യേശുവിൻ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. വായിൽ വന്നിരിക്കുന്ന അൾസറുകൾ യേശുവിൻ നാമത്തിൽ സൗഖ്യമാകട്ടെ. എല്ലാ ആമേൻ നട്ടലുമായി ബന്ധപ്പെട്ട രോഗങ്ങളും യേശുവിൻ നാമത്തിൽ സൗഖ്യമാകട്ടെ. യേശു ക്രിസ്തുവിൻ നാമത്തിൽ നീ റീപ്ലേസ്മെൻറ്റ് അങ്ങനെയുള്ള സർജറികളും മുട്ടുമായി ബന്ധപ്പെട്ട എല്ലാ കേടുകളും ഇപ്പോൾ യേശുവിൻ നാമത്തിൽ, കാൽമുട്ടുകളുമായി ബന്ധപ്പെട്ട കേടുകൾ ഇപ്പോൾ യേശുവിൻ നാമത്തിൽ സൗഖ്യമാകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. അങ്ങ് മഹാത്ഭുതങ്ങളെ ചെയ്യുന്നതിനായി സ്തോത്രം ചെയ്യുന്നു. വലിയ വിടുതലുകളെ അങ്ങ് അയക്കുന്നതിനായി സ്തോത്രം ചെയ്യുന്നു. അങ്ങയുടെ ജനത്തെ അങ്ങ് തൊട്ടിരിക്കുന്നതിനായി സ്തോത്രം ചെയ്യുന്നു. രോഗികളെ അങ്ങ് സൗഖ്യമാക്കിയിരിക്കുന്നതിനായി സ്തോത്രം ചെയ്യുന്നു. സാമ്പത്തിക മേഖലയിൽ വലിയ സ്വാതന്ത്ര്യത്തെ അയക്കണം കർത്താവ്. ഒരു ഫൈനാൻഷ്യൽ ഫ്രീഡത്തിൻ്റെ പ്രതലത്തിൽ ഇവരെ എത്തിക്കണമേ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ജോലിയില്ലാത്തവർക്ക് ജോലി ലഭിക്കട്ടെ. ബിസിനസ് മേഖലയിൽ സംഘർഷം അനുഭവിക്കുന്നവർ സ്വതന്ത്രരായി തീരട്ടെ. അത്ഭുതങ്ങൾ അങ്ങ് ചെയ്യുന്നതിനായി സ്തോത്രം ചെയ്യുന്നു. യേശു ക്രിസ്തുവിൻ നാമത്തിൽ അങ്ങയുടെ ജനത്തെ ഞാൻ ബ്ലസ് ചെയ്യുന്നു. യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. ഹല്ലേലൂയ. ഗ്ലോറി ടു ജീസസ്. തീർച്ചയായും നിങ്ങൾ ഈ സന്ദേശം മറ്റുള്ളവരുമായി പങ്കുവയ്ക്കണം. കർത്താവാകുന്ന യേശു നിങ്ങളുടെ കൂടെയിരിക്കും. ഗോഡ് ബ്ലെസ് യു. ആമേൻ. എല്ലാ പ്രഭാതത്തിലും 3 മിനിറ്റ് നീണ്ടു നിൽക്കുന്ന ഒരു ചെറിയ സന്ദേശം വാട്സപ്പിൽ അയക്കുന്നുണ്ട്. നിങ്ങൾക്കത് ലഭിക്കണമെന്ന ആഗ്രഹമുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ ഒരു മെസ്സേജ് അയയ്ക്കുക. ഞങ്ങളുടെ ഓൺലൈൻ റേഡിയോ ആയ ജീസസ് റെയിൻസ് റേഡിയോയുടെ ആപ്പ് ഇതുവരെയും ഡൗൺലോഡ് ചെയ്തിട്ടില്ല എങ്കിൽ പ്ലേ സ്റ്റോറിലും ആപ്പ് സ്റ്റോറിലും ലഭ്യമാണ്. ജീസസ് റെയിൻസ് റേഡിയോ എന്ന് ടൈപ്പ് ചെയ്ത ശേഷം സെർച്ച് ചെയ്യുക. ആപ്പ് നിങ്ങൾ ഇപ്പോൾ തന്നെ ഡൗൺലോഡ് ചെയ്താലും എല്ലാ പ്രഭാതത്തിലും 4 മണിക്ക് ടങ്സ് പ്രെയർ ഉണ്ടായിരിക്കുന്നതാണ്. നിങ്ങളുടെ ആത്മീയ വർധനവിനായി ദയവായി സൂമിൽ ജോയിൻ ചെയ്താലും മീറ്റിംഗ് ID സ്ക്രീനിൽ നിങ്ങൾക്ക് ലഭ്യമാണ്. അതോടൊപ്പം തന്നെ എല്ലാ ബുധനാഴ്ചയും രാത്രി 10 മുതൽ 1 മണി വരെ നൈറ്റ് പ്രെയർ ഉണ്ടായിരിക്കുന്നതാണ്. നമുക്ക് ഒരുമിച്ച് രാജ്യങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. ദയവായി സൂമിൽ ജോയിൻ ചെയ്താലും ഈ യൂട്യൂബ് ചാനൽ നിങ്ങൾ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ശേഷം ബെൽ ബട്ടൺ അമർത്താൻ മറക്കല്ലേ. ഈ സന്ദേശം മറ്റുള്ളവരിലേക്ക് അനുഗ്രഹമാകാൻ ഷെയർ ചെയ്താലും കർത്താവ് നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ.